ഏവർക്കും ശുഭരാത്രി. പിന്നെ മുഖമില്ലാത്ത ആൾക്കും നമസ്കാരം. അപ്പോ സ്ഥിരം ഈ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചിന്തകൾക്കുള്ള കടിഞ്ഞാൺ എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഒരുപക്ഷെ പറയുന്ന രീതിയിൽ, വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, സമീപനത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു സമീപന പുതുമ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ അറിയാത്ത വിഷയങ്ങളൊന്നുമില്ല ഇതിനകത്ത്. പുതിയ ഒരാളെ സംബന്ധിച്ചോളം ഇതെന്താന്ന് പോലും ഒരുപക്ഷെ മനസ്സിലായതും വരില്ല. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞതെന്താ വെച്ചാല്, ഇതിപ്പോ പുതിയതായിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊരു തോന്നല് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും രാജേട്ടനെ പോലെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ചിന്തകൾക്ക് കടിഞ്ഞാണുണ്ടോ എന്നുള്ള ആ ചോദ്യം, അതിന്ന് യാദൃശ്ചികമായിട്ട് ഒരാൾ ചിന്തിക്കുന്നവർ മാത്രമാണ് വിജയിക്കുക, ചിന്തിക്കാത്തവർ വിജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു. കേരളത്തിലെ വലിയൊരു ട്രെയിനറാണ്. അപ്പോ ആ ഒരു ചോദ്യത്തിന്റെ പുറകിൽ അതിനും ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു പരിശീലന പരിപാടിയുടെ ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷയ സമീപനം അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വിനിമയം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിജയം ഉള്ളവർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിന്ത എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ വരുത്തിയാലേ നിങ്ങൾക്കത് ബോധ്യം വരും എന്നുള്ളതല്ല, പക്ഷെ അത് വരുത്താനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ ഇതെടുത്തത്. അപ്പൊ ചിന്ത, നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണുണ്ടോ? ചിന്തയ്ക്ക് കടിഞ്ഞാണിടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിന്തയ്ക്ക് കടിഞ്ഞാണുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടോ, ഹാൻഡിൽ ഉണ്ടോ എന്നുള്ളതാണ് ഉത്തരമായിട്ട് ഇവിടെ പറഞ്ഞതാണ്. ഉണ്ടെങ്കിൽ അത് ഒരു വഴിക്ക് പോകും, ഇല്ലെങ്കിലോ അത് പല വഴിക്ക് ചിതറും. അതിനകത്ത് ഉത്തരം മുഴുവനായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റിൽ ചിന്തയും നിയന്ത്രിത ചിന്തയും എന്ന് പറഞ്ഞത്. അപ്പോ ചിന്ത എന്നുള്ളത് നിയന്ത്രണം ഇല്ലാത്ത ഒരു വഴിയാണല്ലോ എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. കഴിഞ്ഞൊരു ദിവസം ആമുഖമായിട്ട് പൊന്നി പറഞ്ഞിരുന്നു, നമ്മളിവിടെ എന്തു പറഞ്ഞാലും ജീവൻ, പ്രകൃതി, പ്രപഞ്ചത്തിന്റെ പ്രാണൻ, അതിനോടുള്ള യോഗം, കൈവല്യം, ഇതൊക്കെ ഏട്ടൻ പറയുള്ളൂ. അതൊക്കെയാണ് അതിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെയും അതിലും വിപുലമായ ഒന്നില്ല പറയാൻ. അതിന്റെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോ ചിന്ത എന്ന് പറയുന്ന ആ ഒന്നിനെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ചിന്തയുടെ നിയന്ത്രണം എന്താണെന്ന് മനസ്സിലാവുക. നമ്മൾ പലതവണ ഈ പുതിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പലതവണ പറഞ്ഞതാണെന്ന് പറയുന്നത്. പുതിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് പറയാതെ കഴിയാമായിരുന്നു. അപ്പൊ എന്താണ് ചിന്ത? ഇത് വീഡിയോ കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ചിന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണെന്ന് പറയാം. അപ്പൊ മനസ്സെന്താണ് എന്ന് പറയേണ്ടി വരും. അപ്പോ ഒരു സത്തയുടെ ആസൂത്രണ സംവിധാനമാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ആസൂത്രണം എന്താണ്, സത്ത എന്താണെന്ന് പറയേണ്ടി വരും. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ഞാൻ എന്നുള്ളൊരു ജീവി ഉണ്ടാകുന്നത് പ്രകൃതിയുടെ ഒരാവശ്യം നിർവഹിക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രകൃതിയുടെ ആവശ്യത്തെ ആണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ ജീവിത ഉദ്ദേശ്യം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടാകുന്നത്. അല്ലാതെ ഞാനൊരു ഒരു കേവല യാദൃശ്ചികതയിൽ ഉണ്ടായ ഒരു വസ്തുവല്ല. യാദൃശ്ചികമായിട്ട് ഉണ്ടായിപ്പോയ ഒരു വേസ്റ്റ്. നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ട് അതങ്ങ് വറുത്തപ്പോ അത് കരിഞ്ഞുപോയി. അപ്പൊ നമ്മള് വെളിയിൽ കൊണ്ടിട്ടു. അപ്പോൾ അത് വേസ്റ്റായി. ഞാനൊരു കാര്യം ചെയ്തപ്പോ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് അത് വേസ്റ്റായി പോയി. അപ്പൊ യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. അതുപോലെ പലപ്പോഴും പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊന്നും വിചാരിച്ചല്ല, യാദൃശ്ചികമായിട്ട് അങ്ങനെ ഉണ്ടായിപ്പോയതാണ്. എന്റെ ജന്മമൊക്കെ അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചാണ്. അങ്ങനെ യാദൃശ്ചികത എന്നുള്ള അവസ്ഥയില്ല. പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പ്രകൃതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് എന്റെ ജനനം എന്ന് പറയുന്നത്, എന്റെ ജന്മം, എന്റെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പർപ്പസ് ഉണ്ടല്ലോ,
പ്രകൃതിയുടെ ഒരു ആവശ്യം. ആ ആവശ്യത്തെ ഞാൻ നിർവഹിക്കണമല്ലോ. ഞാൻ നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ജീവിതകാലം കൊണ്ട് ഞാൻ നടപ്പിലാക്കുന്നതാണ് പ്രകൃതിയുടെ ആവശ്യം. അത് തന്നെയാണ് എന്റെ പർപ്പസ്, എന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഒരു ആവശ്യം എന്റെ ഉദ്ദേശ്യമായിട്ട് വരുന്നു. ആ ഉദ്ദേശ്യത്തെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ആ ഓരോ ഘട്ടങ്ങളിലും ഞാൻ കടന്നു പോകുന്ന ആ ഉദ്ദേശ്യം, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നതാണ് എന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് എന്റെ ധർമ്മം. അപ്പോ എന്റെ ശരീരം ഉണ്ടായത് പ്രകൃതിയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ്. എന്റെ അവയവം ഉണ്ടായത് എന്റെ ഒരു ആവശ്യം നിർവഹിക്കാനാണ്. പ്രകൃതിയുടെ ആവശ്യം നിർവഹിക്കാനായിട്ട് ഉണ്ടായ എന്റെ ഉത്തരവാദിത്തത്തെയാണ് എന്റെ ഉദ്ദേശ്യം അഥവാ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ആവശ്യം നിർവഹിക്കാനായി ഉണ്ടായ അവയവത്തിനുണ്ടായ ഉദ്ദേശ്യത്തെ, പർപ്പസിനെ നമ്മൾ അതിന്റെ ധർമ്മം, അങ്ങനെ ഒരു പർപ്പസിന്റെ ഉദ്ദേശ്യമുണ്ട്. അത് ഒരു നിമിഷത്തിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ താൽക്കാലികമായി തൽക്ഷണത്തിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ ആമുഖം ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണോ അതാണ് എന്റെ ധർമ്മം. ഞാൻ എന്താണോ ചെയ്യേണ്ടുന്നത് അതെന്റെ ധർമ്മം. അപ്പൊ ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി അല്ല കേട്ടോ. ചെയ്യേണ്ടുന്നത്, നീ പോയി സ്കൂളിൽ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ വൈകിട്ട് മോളെ ഇവിടെ എത്തിക്കണം കേട്ടോ എന്ന് ഞാൻ ഒരാളോട് പറയുന്നു. സ്കൂളിൽ പോയ മോളെ ഇവിടെ എത്തിക്കണം കേട്ടോ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അയാൾക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, മോളെ ഇവിടെ എത്തിക്കണം എന്നുള്ളത്. അപ്പൊ അയാൾ ആ വിവരം കിട്ടിയ ഉടനെ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പാളെ വിളിച്ചു. എന്നിട്ട് പറയുന്നു, അവൾ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്, അതുകൊണ്ട് VIP പരിഗണന കൊടുത്തിട്ട് മറ്റേ ഒരു 10-20 ബ്ലാക്ക് കാറ്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനത്തോടു കൂടി ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവരണം എന്ന് ഞാൻ, അല്ലെങ്കിൽ ആരാണോ ഈ ആവശ്യം ഉന്നയിക്കുന്നത് അയാൾ ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പോ ആ സ്കൂൾ പ്രിൻസിപ്പാൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ എന്റെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയൊക്കെ നമുക്ക് മോളെ കൊണ്ടുവരാം. ഇവിടെ ആവശ്യം എന്താണ്? മോളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. മോളെ എന്റെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ ആവശ്യം ഞാൻ അയാളെ ഏൽപ്പിക്കുന്നു. അതാണ് ആ ഏൽപ്പിക്കലിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഒരു ധർമ്മത്തെ ഏൽപ്പിക്കുന്നതിനെയാണ് അസൈൻമെന്റ് അല്ലെങ്കിൽ നിയോഗം എന്ന് പറയുന്നത്. നിയോഗിച്ചു. ഈ നിയോഗിക്കുന്ന ആൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് തീരുമാനിക്കാം. നിയോഗിക്കുന്ന ആൾക്ക് ഇങ്ങനെയാകാം, അങ്ങനെയാകാം എന്നൊക്കെ പറയാം. അപ്പൊ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ കയറ്റി മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുവരണം എന്ന് പറയാം, ഒരു ഡ്രോണിൽ കയറ്റി കൊണ്ടുവരണം എന്ന് പറയാം, അല്ലെങ്കിൽ അവളെ പാട്ടും പാടി ചുവന്ന പരവതാനി വിരിച്ചതിലൂടെ കൊണ്ടുവരണം, എങ്ങനെ വേണേൽ കൊണ്ടുവരാം. അപ്പോ ആ നിയോഗമുണ്ടല്ലോ, അതായത് അയാളെ ഇവിടെ എത്തിക്കുക എന്നുള്ള നിയോഗം, ആ നിയോഗമാണ് ധർമ്മം. എന്നെ പ്രകൃതി ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം, അതാണ് എന്റെ ധർമ്മം. പക്ഷെ അതിനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ നടപ്പിലാക്കുന്ന വഴിയുണ്ടല്ലോ. ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിലാണോ, ഹെലികോപ്റ്റർ കയറ്റിയിട്ടാണോ, അല്ലെങ്കിൽ ചുവന്ന പരവതാനി വിരിച്ചിട്ടാണോ എന്നൊക്കെ പറയുന്ന ആ വഴികളുണ്ടല്ലോ. ആ നടപ്പിലാക്കുന്ന, ഞാൻ അങ്ങനെ പരവതാനി വിരിച്ച് അവളെ ഇങ്ങനെ നടത്തി കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനമാണ് കർമ്മം. നമ്മൾ കർമ്മ എന്ന് പറയുന്നതിന് മുമ്പ് ചെയ്തതിന്റെ മറ്റേ റിഫ്ലക്ഷൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നമ്മളിവിടെ കർമ്മം എന്ന് പറയുന്നത് ഒരു പ്രക്രിയ. കർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ധർമ്മത്തെ നടപ്പിലാക്കുന്നത് എങ്ങനെ, അതാണ് കർമ്മം. അപ്പോ എന്താണോ ചെയ്യേണ്ടുന്നത് അത് ധർമ്മം, എന്ത് ചെയ്യുന്നുവോ അത് കർമ്മം. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ധർമ്മം, കർമ്മം, ഞാൻ പറഞ്ഞു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അല്ല ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവരിക, ഹെലികോപ്റ്ററിൽ കയറ്റിക്കൊണ്ടുവരിക. ചെറിയ ഉദാഹരണമൊന്നും കിട്ടിയില്ലേ സന്തോഷ് എന്ന് ഇവിടെ ഇരിക്കുന്ന കാരണന്മാർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. സാധ്യതയാണ് സന്തോഷിന്റെ തലയിലെ സാധ്യതയാണ്. എന്തൊക്കെയാണ്? ഹെലികോപ്റ്ററിൽ കെട്ടിക്കൊണ്ട് സ്കൂളിൽ നിന്ന് മോളെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ ഹെലികോപ്റ്ററിൽ കെട്ടിക്കൊണ്ടുവരിക, ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിൽ കൊണ്ടുവരിക, ചുവന്ന പരവതാനി ഇട്ട് കൊണ്ടുവരിക, ഡ്രോണിൽ പിടിച്ച് കെട്ടിത്തൂക്കി കൊണ്ടുവരിക. അപ്പൊ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ എന്തെല്ലാം സാധ്യതകളാണ് കണ്ടത്. ഇത് ആരാ ചെയ്തത്? ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ ഈ ഞാൻ ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ബുള്ളറ്റ് പ്രൂഫ് വണ്ടി, ഹെലികോപ്റ്റർ പറഞ്ഞ ഈ ഭാവനകൾ എവിടെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പൊ നമ്മള് കല്യാണങ്ങൾ നടത്തുന്നു. കല്യാണം എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ നേരത്തെ ഉണ്ടാകപ്പെട്ടതാണെന്നാണ് നമ്മുടെ ഒക്കെ വിശ്വാസം. എന്റെ വിശ്വാസം അങ്ങനെയാണ്. അത്
നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ചെറിയൊരു ചടങ്ങ് തുടങ്ങും. ഇപ്പൊ ചടങ്ങ് തുടങ്ങുന്നു തീരുമാനിക്കുന്ന നിമിഷം മുതൽ ആ ചടങ്ങ് കഴിഞ്ഞ് അവരെ വീട്ടിലെത്തി എല്ലാ സാധനങ്ങളും കൊടുത്തു വിടുന്നത് വരെയുള്ള കാര്യങ്ങളും ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളാണ് തീരുമാനിക്കുന്നത്. എന്താ, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മൾ ചെയ്തിട്ടില്ലേ, നാട്ടുകാരെല്ലാരും കൂടെ കല്യാണങ്ങൾ നടത്തിയ അനുഭവങ്ങൾ നമുക്കില്ലേ. പക്ഷെ നമ്മളിപ്പോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കൊടുത്തു. കാരണം അതിന് സ്ഥിരം നടത്തി പരിചയമുള്ളവർ ചെയ്യുന്ന സമയത്ത് ഇവയെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിയും. അതിന്റെ ഒരു കോർപ്പറേറ്റിന്റെ രീതിയിൽ അതങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പറ്റാത്തത്? എന്റെ മോളുടെ കല്യാണം എനിക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്റെ അയൽപക്കത്തുള്ളവരൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പരിപാടി തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് പന്തലിടാം. അയൽപക്കത്തുള്ളവർ പറഞ്ഞു. മറ്റേ ആളെ വിളിച്ച് നമുക്ക് ചോറുണ്ടാക്കാൻ ഏൽപ്പിക്കാം. പിന്നെ ഇന്ന ദിവസം നമുക്ക് അവിടെ പോയി വരാം. അയൽക്കാരൊക്കെ കൂടെ തീരുമാനിക്കും. ഇവിടെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ എല്ലാം ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോ ഈ അയൽക്കാർ ഒരുമിച്ച് തീരുമാനിക്കുന്ന സമയത്ത് കുറെ അഭിപ്രായങ്ങൾ വരും. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും അഭിപ്രായങ്ങളില്ല. മണ്ഡപം ഇന്ന ദിവസം ഒഴിവ്, ഊണ് ഇന്ന പ്ലേറ്റുകളാണെങ്കിൽ ഇത്ര, മറ്റേ നോൺ വെജ് ഉള്ള ഡിഷ് ആണെങ്കിൽ ഇത്ര, അതിന് ഇന്ന സ്റ്റാൻഡേർഡിലാണെങ്കിൽ ഇത്ര, ഫോട്ടോഗ്രാഫിയുടെ ഇന്ന മറ്റേ മെനുവിലുള്ള കാര്യങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ ഇത്ര. പ്രീ ഡിഫൈൻഡ് ആണ്. ആ മെനു മാത്രം കാണിച്ചു കൊടുത്താൽ മതി. വീട്ടു ഉടമസ്ഥര് അത് ടിക്ക് ചെയ്ത് വിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ അതിന്റെ കൊട്ടേഷൻ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ആ ഈവന്റ് നടക്കുന്നു. ആദ്യത്തേതാണെങ്കിൽ വിചാരങ്ങൾ ഉണ്ടാവും, പലതരം വിചാരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കല്യാണം എന്നുള്ള സാധനം നടപ്പിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അവിടെ നമുക്ക് പന്തലിട്ടാലോ, അല്ല കാറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റേ കഴിഞ്ഞ തവണ നമ്മൾ പന്തലിട്ടപ്പോ കാറ്റ് വന്നപ്പോ അത് ആ വഴി തട്ടിക്കൊണ്ടുപോയി, അതുകൊണ്ടത് ശരിയാവില്ല, നമുക്ക് ഇപ്പുറത്തിടാം അഭിപ്രായം വന്നു. അപ്പോ നമുക്ക് ചോറ് നമ്മൾ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറാണല്ലോ കൊടുക്കുന്നത്, നമുക്ക് ഇന്ന വാര്യരെ കൊണ്ട് ചോറ് വെപ്പിക്കാം. വാര്യരുടെ ഭക്ഷണത്തിൽ ഇപ്പൊ ചെറിയൊരു പ്രശ്നം, വേറൊരു വിചാരമോ. അപ്പോ നമ്മളിത് നടപ്പിലാകുന്നതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ആസൂത്രണം അവിടെ ഒരു വിചാരം ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കല്യാണം നടക്കുക എന്നുള്ളതാണ് ധർമ്മം. ആ വിവാഹ മറ്റേ ആഘോഷം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് കർമ്മം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഈ ധർമ്മത്തെ, വിവാഹം നടക്കുക എന്ന ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുവാനുള്ള ആസൂത്രണം ഉണ്ടല്ലോ, ആ ആസൂത്രണ പ്രക്രിയയെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ജീവിയുടെ ശരീരത്തിൽ മനസ്സ് എന്ന് പറയുന്നത്. ഒരു ജീവശരീരത്തിൽ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുവാനുള്ള ആസൂത്രണ പ്രക്രിയയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ മനസ്സെങ്ങനെയാ പ്രവർത്തിക്കുക? വാര്യരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഊണ് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ വാര്യരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടാക്കിയ ഊണിന്റെ അനുഭവം എനിക്കുണ്ട്, ഞാനിത് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആ സംഭരിച്ചു വെച്ചിട്ടുള്ള ഓർമ്മ എന്നതിൽ നിന്നും എടുത്ത് ഇനി അത് നന്നായി വരണം എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇപ്പോഴത്തെ ഈവന്റിൽ വാര്യരുടെ മുൻ അനുഭവങ്ങളെ വെച്ചിട്ട് ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൂട്ടി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അത് നടപ്പിലാക്കാൻ ഒരു തീരുമാനത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കുന്നു, ഒരു ലോജിക് സെറ്റ് ഉണ്ടായി. അപ്പോഴാണ് പറയുന്നത് മറ്റേ ആൾ നല്ല രീതിയിൽ പാചകം ചെയ്ത് വേറൊരു വിചാരം വന്നു. അയാളുടെ അതിന് ചിലവ് കുറവാണ്, മറ്റൊരു വിചാരം വന്നു. ഈ വിചാരങ്ങളെല്ലാം കൂട്ടി ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലെത്തി. അപ്പൊ കല്യാണവുമായിട്ട് ചേർത്ത് പറയുന്ന വെച്ചാൽ ഇതുപോലെയാണ് ശരീരത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോ ഇത് നല്ല ചുമയുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് കട്ടാവുന്നത്, ത്രോട്ടിൽ ഭയങ്കര ഇൻഫെക്ഷൻ. അപ്പോ നമുക്ക് ഈ ഒരു ആസൂത്രണ പ്രക്രിയ എന്നുള്ള കാര്യത്തിന് എന്തു വേണം എന്തു വേണ്ട എന്നുള്ള കാര്യത്തിന് നാട്ടുകാരൊക്കെ കൂടെ തീരുമാനമെടുക്കുമ്പോൾ വിചാരങ്ങൾ നടക്കും. ഒരു കോർപ്പറേറ്റ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നമ്മളത് ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ നമുക്കിടയിൽ വിചാരങ്ങളില്ല. നമ്മൾ ഈ സാധനത്തെ അങ്ങനെ ഏൽപ്പിച്ചു, ഒരു യന്ത്ര സംവിധാനത്തെ ഏൽപ്പിച്ചു. അവിടെ എല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. ചോറാണെങ്കിലും അല്ല ഊണാണെങ്കിൽ ഇത്ര വിഭവങ്ങൾ ഇന്നതല്ല, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് അവരുടെ ഡെയിലി ഉണ്ടാക്കുന്നതാണ്. അതിൽ ഇത്ര സാധനം ഇവിടേക്ക് എത്തിക്കുന്നു, കഴിഞ്ഞു. ഐസ്ക്രീം ആണെങ്കിൽ അത്, മറ്റേ പൊറോട്ട ആണെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ
അപ്പൊ ഈ ഏത് വിധത്തിലുള്ളതാണ് മെനുവിന്റെ കാര്യം തീരുമാനിച്ചു. ഇനി സ്റ്റേജിന്റെ കാര്യം, ഇതിൽ ഓരോ കാര്യങ്ങളും പ്രീ ഡിഫൈൻഡ് ആയിട്ട് അവിടെ സംവിധാനങ്ങൾ. ഈ പ്രീ ഡെഫിനിഷൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യമല്ല ഇവിടുത്തെ വിഷയം. എങ്ങനെയാണ് മനസ്സിന്റെ ഒരു നിയന്ത്രണം വരിക എന്നുള്ള കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ നമ്മളൊരു പുതിയ കല്യാണ പരിപാടി നടത്തുന്നതിലും എളുപ്പമാണ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിക്കുന്നത്. കാരണം ഈവന്റ് മാനേജ്മെന്റ് കമ്പനി എല്ലാത്തിനും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാക്കിയിട്ട്, ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമം, ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യണം, ഇത് കൈകാര്യം ചെയ്യുന്നവർ എങ്ങനെ വേഷമിടണം, ഇവർ തമ്മിൽ എങ്ങനെ വിനിമയം നടത്തണം, ഇങ്ങനെ ഒരു നിര കാര്യങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങുന്ന സമയം മുതൽ കഴിയുന്ന സമയം വരെ എന്തെല്ലാം കാര്യങ്ങൾ വേണം. സദസ്സിൽ സംഗീതം വേണോ, സദസ്സിൽ വായു നിയന്ത്രിക്കപ്പെടണോ, അതിന്റെ ഫോട്ടോഗ്രാഫി ഏത് തരത്തിലായിരിക്കണം, അവിടെ ഉള്ള ആളുകൾക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എത്ര യാത്ര വേണം, ഏത് തരം ബസ് വേണം, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിൽ ചില ഓപ്ഷൻസ് വെക്കും. കാരണം പൈസ കൂട്ടിയും കുറച്ചും വാങ്ങിക്കാനുള്ള ചില വിൽപ്പനോപാധികൾ അവിടെ ഉണ്ടാവും. പിന്നെ ഈ ഈവന്റ് മാനേജ്മെന്റ് വിളിക്കുന്ന ആളുകൾക്ക്, ആ കല്യാണ പരിപാടി നടത്തുന്ന ആൾക്ക് എന്തു വേണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാധികാരം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ക്രമിതമായ ഒരു ആസൂത്രണ പദ്ധതി അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ടാവും. അവർക്ക് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ എത്ര രൂപയാകും എന്നതിനെ കുറിച്ച് ഒരു ചോദ്യം ഇവിടെ ആവശ്യമില്ല. കാരണം ഇവർക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു പാറ്റേൺ ഉണ്ട്. പല ഈവന്റുകൾ നടത്തിയത് കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർക്ക് എത്ര വരും, അതിന്റെ മിനിമം കോട്ട് എത്രയാണ് എന്നുള്ളത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അറിയാം. അവർ ഒരു സംവിധാനമായിട്ട് കോൺട്രാക്റ്റിലായിരിക്കും. അപ്പോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനത്തിന് എത്രത്തോളം ചെലവ് വരും, അതിന് എത്ര സമയം എടുക്കും, അതിന് എത്ര സംവിധാനം വേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് വ്യക്തതയുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, കൃത്യമായിട്ട് അറിയാം. അങ്ങനെ സദ്യക്ക്, ഫോട്ടോഗ്രാഫിക്ക്, വാഹനത്തിന്, ഡ്രോണിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എത്ര എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള പ്രീ ഡെഫിനിഷൻ അവിടെ ഉണ്ടാവും. ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ആ ഈവന്റിനെ ഫിക്സ് ചെയ്യുക. അപ്പോ ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കല്യാണം നടത്തണമെങ്കിൽ, ഈ ഈവന്റ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ അവർക്ക് നിപ്പിൽ പറയാൻ കഴിയും. കല്യാണം എന്നുള്ളതിനെ കുറിച്ച് കേട്ടുകേൾവി ഇല്ലാത്ത ആളുകൾ, കല്യാണത്തിന് സദ്യ ഉണ്ണാൻ മാത്രം പോയി പരിചയമുള്ളവരുടെ വീട്ടിൽ കല്യാണം വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ എന്റെ അച്ഛനൊക്കെ കല്യാണങ്ങൾക്ക് ഒന്നും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. വളരെ ചിട്ടയായിട്ട് ജീവിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം എന്ന് പറയുന്നതിനൊന്നും തീരെ പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ. കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ബന്ധുവിന്റെ കല്യാണമാണെങ്കിൽ അച്ഛനും അമ്മയും പോകും. എന്നുവെച്ചാൽ തറവാട്ടിലെ കല്യാണമെങ്കിൽ മാത്രമേ മക്കളെ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിലോ അച്ഛനും അമ്മയും കൂടെ പോയിട്ട് വരും. ബന്ധുക്കളുടെ കല്യാണമാണെങ്കിൽ, സുഹൃത്തുക്കളുടെ കല്യാണമാണെങ്കിൽ അച്ഛൻ പോകും, അല്ലെങ്കിൽ ആരുടെ സുഹൃത്താണോ അവര് പോകും. വേറൊരാൾ അധികമായിട്ട് പോവില്ല. പോകുന്നു, ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ബന്ധുപ്പണം കൊടുക്കുക എന്നൊരു പരിപാടി ഉണ്ട്. എന്റെ അച്ഛനത് കൊടുക്കില്ല. അതെല്ലാം അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളാണ് അച്ഛന്റെ നിലപാട്. എന്റെ വീട്ടിലൊരു കല്യാണം വന്നു, ഞാൻ ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് ഊഹിക്കാറ്? എനിക്ക് കല്യാണവും കാതുകുത്തൊന്നുമില്ല. അനിയന്റെ കല്യാണം വന്നു, അത് നടത്തേണ്ടി വന്നു കഴിഞ്ഞപ്പോ തുടക്കം മുതൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതിന് ഒരുപാട് ആസൂത്രണം വേണ്ടി വന്നു. കാരണം ഈ അച്ഛന്റെ ഈ നിലപാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെച്ചാൽ അച്ഛൻ കേൾക്കില്ല. നാട്ടുനടപ്പനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് അനിയന്റെയൊക്കെ ആവശ്യം. അപ്പൊ ഇതിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ ആസൂത്രണങ്ങൾ ഒരുപാട് വേണ്ടി വന്നു. അന്നാണെങ്കിൽ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളൊന്നും ഇല്ല. എങ്കിലും പല കാര്യങ്ങളും നമ്മൾ പലയിടത്തും ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഒരുപാട് വിധം ആസൂത്രണം ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പുതിയ കല്യാണങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ വീടുകളിലെ സുഹൃത്തുക്കളുടെ വീടുകളിൽ വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരെത്രത്തോളം അതിനു വേണ്ടി ക്രമം ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോ ഈ ആസൂത്രണം എന്ന് പറയുന്ന പരിപാടി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡറുകളിലാണെങ്കിൽ വളരെ സുഗമമായി നടക്കുന്നത് കാണാൻ കഴിയും. ഏത് കല്യാണമാണെങ്കിലും കാതുകുത്താണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡറിലാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രീ ഡിഫൈൻഡ് ഓർഡേഴ്സിൽ അല്ലെങ്കിൽ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോ നമുക്ക് ഓരോ കാര്യത്തിനും ക്ലാരിറ്റി വേണ്ടി വരും.
അപ്പോ ഇത്രാം തീയതിയാണ് കല്യാണം, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും എന്നാ പിന്നെ ഇതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു തീരുമാനം സാധാരണ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഈ ഈവന്റ് ആയിട്ട് പറയുന്നത് ചിന്തയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ധർമ്മം നടപ്പിലാക്കാനുള്ള ശരീരത്തിന്റെ ആ പ്രവർത്തന ആസൂത്രണത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. ആസൂത്രണത്തിന് വേണ്ടിയുള്ള വിശകലനമുണ്ടല്ലോ, ആ വിശകലനമാണ് ചിന്ത എന്ന് പറയുന്നത്. ഈ ചിന്തയ്ക്ക് പ്രീ ഡിഫൈൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ ചിന്തയ്ക്ക് വ്യാകുലതയുടെ ആവശ്യമില്ല. എന്തു വേണമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. വ്യാകുലത വരുന്നത് എവിടെയാണ്? നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, പ്രീ ഡിഫൈൻഡ് ഓർഡർ ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതിന് എന്താണ് വേണ്ടത്? ഒന്ന്, അനുഭവങ്ങൾ വേണം. രണ്ട്, തുറവി ഉണ്ടാവണം. അത് പുതിയ ആളുകൾ ആരും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാവുമല്ലോ. തുറവി ഉണ്ടാവുക, അതായത് നമുക്ക് ഉപബോധവും അവബോധവും ഒക്കെ തമ്മിലുള്ള തുറവി, പ്രകൃതിയുമായിട്ടുള്ള സഹജാവബോധവുമായിട്ടുള്ള നമുക്കുള്ള തുറന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ഈ തുറന്ന അവസ്ഥയുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇനി ചെയ്യേണ്ടത്. പാമ്പിനെ കണ്ടു മാറിപ്പോണം, തീ കണ്ടു ദൂരെ പോണം, ഒരു പൂ കണ്ടു അടുത്ത് മുട്ടുന്നതിന് തൊട്ടു മുമ്പ് വരെ പോകാവൂ. ഇതൊക്കെ നമ്മുടെ സഹജവാസനയിൽ നിന്നും ഉണ്ടാകുന്ന, എന്നാൽ ശീലങ്ങൾക്കും കൂടെ സ്വാധീനമുള്ള ചില ഏരിയകളാണ്. നമ്മുടെ ഉള്ളിൽ കരടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ പറിച്ചെടുക്കാതെ മണപ്പിച്ചു നോക്കിയിട്ട് തിരിച്ചു വരാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിരന്തരമായ ഒരു 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 ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്റെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവുക. എനിക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു സുതാര്യത ഇല്ലെങ്കിൽ, പ്രകൃതിയിലുള്ള ഓരോ ഈവന്റുകളും എന്റെ മുമ്പിൽ വരുന്ന സമയത്ത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ആശങ്കകളിലായിരിക്കും. ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള വസ്തുതകളുമായിട്ട്, ജീവിത വസ്തുതകളുമായിട്ട്, ചുറ്റുപാട് എന്ന് പറയുമ്പോൾ എന്റെ ആന്തരിക പരിസ്ഥിതിയുമായിട്ടും ബാഹ്യ പരിസ്ഥിതിയുമായിട്ടും സുതാര്യമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് എവിടെ എന്തു വേണമെന്നും എന്തിലേക്കാണ് പോകേണ്ടതെന്നുമുള്ള വ്യക്തതയുണ്ട്. ആ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാവുക? എന്റെ ഉള്ളിൽ താളാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. ഒളിമ്പസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാലോ താളത്തിന്റെ പ്രാധാന്യം. താളമുള്ളവർക്ക് വളരെ പെട്ടെന്ന് അതിന്റെ ചുറ്റുപാടുമുള്ളത് എന്താണ് നടക്കുന്നതെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധി കൂടുതലുള്ളവർക്ക് ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനാവും, അനുഭവം കൊണ്ട് മനസ്സിലാക്കാനാവില്ല. രണ്ടു കൂട്ടരും രണ്ട് വിധത്തിലാണ് അത് മനസ്സിലാക്കുക. അപ്പോ ബുദ്ധിയുള്ള ഒരാളാണെന്നിരിക്കട്ടെ, ബുദ്ധി കൂടുതലുള്ള, യൗക്തികതയുടെ സ്വാധീനം കൂടുതലുള്ള ഒരാളാണെന്നിരിക്കട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഈവന്റ്, ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണോ എന്നുള്ളൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടുന്ന ഒരു ആവശ്യത്തിലേക്ക് പോകുന്നു. അപ്പോ ഭക്ഷണം ഞാനിപ്പോൾ കഴിക്കേണ്ടതുണ്ട്. ഈ ആദ്യത്തെ താളം കൂടിയ ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ്? ഭക്ഷണം വേണോ? വേണം, എന്നാ പിന്നെ കഴിച്ചേക്കാം എന്നുള്ളതാണ്. യുക്തി കൂടുതലുള്ള ഒരാളാണെങ്കിൽ അയാൾ ചിന്തിക്കുന്ന വഴി എന്തായിരിക്കും? ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചതാണ്, ഉച്ചയ്ക്ക് ഞാൻ ഈ സമയമാകുമ്പോഴേക്കും എന്റെ ദഹനം നടന്നിട്ടുണ്ടാവില്ല, ഈ സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടതില്ല. നല്ല രുചിയുള്ള ഭക്ഷണമാണ് മുമ്പിലിരിക്കുന്നത്, കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കഴിക്കില്ല. നമ്മുടെ താല്പര്യത്തെ അടിച്ചമർത്തിയിട്ട് അവിടെ നിൽക്കും. താളത്തിലുള്ളവര് രാവിലെ കഴിച്ചതാണ്, 11 മണിക്ക് ചായയും പരിപ്പോടെയും കിട്ടിയപ്പോൾ നല്ല രുചിയാന്ന് പറഞ്ഞ് അത് കഴിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണി കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വായിക്കൂടെ വെള്ളം കയറി വീണ്ടും അതിനകത്തേക്ക് ചാടി വീഴും. വൈകുന്നേരം അയാൾ അല്പസ്വല്പം ബുദ്ധിമുട്ടും, വയറിന് ഈ ദഹനം കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടും, പക്ഷേ അയാൾ അതിനകത്തേക്ക് പോയി അയാളത് ആസ്വദിച്ചു. ഈ ആസ്വാദനം കൃത്യമാകുന്നത് കൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാകും. രണ്ടാമത്തെ ആളോ അയാളുടെ യുക്തി കൊണ്ട് അയാൾ അതിനെ അടിച്ചമർത്തി. ഈ ആദ്യത്തെ ആൾക്ക് വൈകുന്നേരം ആകുമ്പോ മറ്റേ പുളിച്ചിത കെട്ടല് ബുദ്ധിമുട്ട് ഒക്കെ അയാൾക്ക് വരും, മറ്റേ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം കൊണ്ട് ചില പ്രശ്നങ്ങൾ വരും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പൊ എനിക്ക് വിശപ്പ് ഉണ്ടോ? ഉണ്ട്, എന്നാ പിന്നെ കഴിക്കാം. ഇപ്പൊ എനിക്ക് ശരീരത്തിന് ഇത് ആവശ്യമില്ലേ? വേണ്ട, എന്നാ പിന്നെ കഴിക്കുന്നില്ല. വിശപ്പില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ബിരിയാണി മുമ്പിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അയാളെ അത് ഹഠാത് ആകർഷിക്കുകയൊന്നുമില്ല, അയാൾക്ക് നഷ്ടബോധം തോന്നുന്നില്ല കഴിച്ചില്ലെങ്കിൽ. അതേസമയം ഈ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥയിൽ ബിരിയാണി മുമ്പിൽ കൂടെ പോയി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ കഴിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഐ ലോസ്റ്റ് ഇറ്റ് എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പോ നമ്മുടെ വികാരം, നമ്മുടെ ചോദന, നമ്മുടെ യുക്തി, നമ്മുടെ താളം, ഇവയെല്ലാം ചേർന്നിട്ടാണ് ഇവിടെ ഈ ആസൂത്രണ സംവിധാനം ഉണ്ടാക്കുന്നത്. എനിക്ക് എന്റെ പരിസരവുമായി എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത, ക്ലാരിറ്റി ഉണ്ടാവണം. അതിനൊരു ക്രമമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ എന്റെ ചിന്തകൾക്ക്
കൺഫ്യൂഷൻ ഇല്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് പിന്നീടുള്ള എന്റെ ശരീര പ്രവർത്തനങ്ങൾക്ക്, എന്റെ ബുദ്ധിക്ക്, എന്റെ ശരീരത്തിന് പിന്നീട് തുടർന്ന് വരുന്ന അനുഭവങ്ങൾക്കൊക്കെ ഗുണകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കും. ഇതില്ലെങ്കിലോ ഈ നേരത്തെ പറഞ്ഞ പോലെ കുളിച്ചു തകട്ടലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയതായുള്ള വ്യാകുലത കൊണ്ടുണ്ടായ അസിഡിറ്റിയോ ഒക്കെ ഉണ്ടാകാം. അപ്പോ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ആസൂത്രണ പദ്ധതിയാണ്. ഈ മനസ്സ് ആസൂത്രണമാണ്. ആസൂത്രണത്തിന് വേണ്ടിയുള്ള വിശകലനമാണ് ചിന്ത എന്ന് പറയുന്നത്. ചിന്ത വ്യക്തമായിട്ട് നടക്കണമെങ്കിൽ ത്രികാലങ്ങളിൽ, അതായത് ഓർമ്മ, അനുഭവം, പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ, ഈ 3 കാര്യങ്ങൾ. ഓർമ്മ എന്നുള്ളത് ഭൂതകാലം, അനുഭവം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം, പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഭാവി കാലം. ഈ 3 കാലങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വിശകലന പ്രക്രിയയാണ് ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ ഈ വിശകലനത്തിന് ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് വേണ്ടുന്ന വ്യക്തത കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ലാരിറ്റി പോലെ ഒരു വ്യക്തതയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാൻ കഴിയും. നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രത്യാശപ്പെടുന്നത് എന്തോ അതിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. വളരെ പരിചിതമായിട്ടുള്ള ഒരാളോട് അല്ലെങ്കിൽ ഇപ്പൊ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കി പരിചയമുള്ള ഒരു അമ്മയോട് നമ്മൾ ചെന്നിട്ട് പറഞ്ഞു വിശക്കുന്നു വല്ലതും തായോ എന്ന് പറഞ്ഞാൽ എന്താണുള്ളതെന്ന് നോക്കി അയാൾ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരും. ആ സമയം നമ്മളൊരു ബാച്ചിലറോടാണ് ഭക്ഷണം ഉണ്ടാക്കി പരിചയമില്ല ഒരു ബാച്ചിലറോടാണ് നമ്മളിത് പറയുന്നതെങ്കിലോ അയാൾ ആലോചിച്ച് പിടിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വരും, എന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കൊള്ളാവുകയും ചെയ്യും. അപ്പോ ഈ ഒരു അനുഭവത്തിന്റെ അവസ്ഥ നമുക്കുണ്ടാവുകയും അനുഭവങ്ങളുടെ മുന്നിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഇന്റേണൽ ഫാക്കൽറ്റി ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു പ്രോസസ് നമുക്ക് നടത്താൻ കഴിയുക. അവിടെയാണ് നമുക്ക് ചിന്തയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുക. നിയന്ത്രണം എന്ന് പറയുന്നത് ശരിക്കും ചിന്തയെ പിടിച്ച് നമുക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റും, പിടിച്ചു കെട്ടാൻ പറ്റും? ഇല്ല, അങ്ങനെയൊന്നും പറ്റില്ല, പിടിച്ചു കെട്ടാൻ പറ്റില്ല. പകരം നമുക്ക് അതിനൊരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് സാധിക്കുക. അതാണ് നിയന്ത്രിത ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഓർഡറിലൂടെ ക്ലാരിറ്റിയിലൂടെ കൊണ്ടുവരേണ്ട കാര്യമാണ്. പക്ഷെ ഒട്ടും പറ്റില്ല എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഈ ചിന്തയുടെ വേഗം, ചിന്തയുടെ വിശകലനത്തിന്റെ വേഗം എന്ന് പറയുന്നത് ശ്വാസവുമായി വളരെ ബന്ധപ്പെട്ടത്. ശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ശ്വാസത്തിന്റെ വേഗം കൂടിയാൽ ചിന്തയുടെ വേഗം കൂടും. ശ്വാസത്തിന്റെ വേഗം കുറയുമ്പോൾ ചിന്തയുടെ വേഗം കുറയും. അതുപോലെ തന്നെ ചിന്തയ്ക്ക് വേണ്ടുന്ന ഇൻപുട്ടുകൾ, വെളിയിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ കൂടിക്കഴിഞ്ഞാൽ ചിന്തയുടെ വേഗം കൂടും. ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞാലും ചിന്തയുടെ വേഗം കൂടും. ഇൻപുട്ട് കുറച്ചാൽ ചിന്തയുടെ വേഗം കുറയും, ഔട്ട്പുട്ട് കുറച്ചാൽ വീണ്ടും കുറയും. എങ്ങനെയാണ് ചിന്തയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക? പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് ചിന്തയിലേക്കുള്ള ഇൻപുട്ടുകൾ വരുന്നത്, അല്ലെ? മെമ്മറി എവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്നാൽ പോലും പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ടുകൾ വരുന്നത്. അതിലെ ഒരു 40% നമ്മുടെ അകത്തേക്ക് വരുന്നത് കാഴ്ചയിലൂടെയാണ്, നമ്മൾ കാണുന്ന കാഴ്ചയിലൂടെ. അത് കഴിഞ്ഞാൽ കേൾക്കുന്നതിലൂടെ, പിന്നെ സ്പർശിക്കുന്നതിലൂടെ, ഗന്ധത്തിലൂടെ, രസത്തിലൂടെയൊക്കെ പിന്നീട് വരുന്നത്. പക്ഷെ കാഴ്ചയിലൂടെയുള്ളതാണ് നമ്മുടെ ചിന്തയിലേക്കുള്ള ഇൻപുട്ടായിട്ട് വരുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാടിനെ, പരിസരത്തെ നമ്മൾ കണ്ടറിയാനുള്ള ഏറ്റവും നല്ല ഒരു സെൻസ് എന്ന് പറയുന്നത് കാഴ്ചയാണ്. ഈ കാഴ്ച എന്നുള്ളതിൽ നിന്ന് അടച്ചു നോക്കിയാൽ, കണ്ണിനെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് 40% ഷട്ട് ഡൗൺ ആയി. ചിന്തയ്ക്കുള്ള ലോഡ് കുറഞ്ഞു. കാരണം ഈ വർത്തമാനത്തിൽ നിന്നും ഈ കാര്യങ്ങൾ വരുന്നതിന്റെ ഒരു അളവ് കുറഞ്ഞു. അതുപോലെ തന്നെ ഈ ചിന്തയെ പ്രക്ഷുബ്ധമാക്കുന്ന മറ്റൊരു സാധനം ചിന്ത വെളിപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ ചിന്തിക്കുന്നു എന്നത് മറ്റുള്ളൊരാളോട് നമ്മൾ വെളിപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദാമ്പത്യത്തിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ വെളിപ്പെടുത്തൽ ആവശ്യമാണ്. അങ്ങനെ ചിലരുണ്ട്, ദമ്പതികൾ രാവിലെ ആയാലും വൈകുന്നേരം വരെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നാട്ടുകാർ മുഴുവൻ അറിയും ഇവരുടെ വെളിപ്പെടുത്തല്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്തി മൊത്തം പ്രക്ഷുബ്ധതയായിരിക്കും. ചുണ്ടിൽ കിലുക്കം കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഭർത്താവ് ഒരു കാര്യം പറയും, അതിന്റെ തുമ്പത്ത് ഒഴിച്ച് ഭാര്യ ഒന്ന് പറയും, അതിന്റെ തുമ്പത്ത് ഒഴിച്ച് ഭർത്താവ് എന്ന് പറയും. ഇവരുടെ ചിന്തകൾ തമ്മിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻപുട്ട് കുറച്ചതുപോലെ ഔട്ട്പുട്ടിനെ കുറയ്ക്കാൻ ഈ വായടച്ചാൽ മതി. ഒന്നും പറയാതിരുന്നാൽ, നമ്മൾ എന്തെങ്കിലും കേട്ടു ഉടനെ ഞാൻ പറയേണ്ടതാണ് എന്ന് അത് ഒഴിവാക്കിയാൽ മതി. അതുപോലെ നമുക്ക് കേൾക്കാതിരിക്കട്ടോ. ഒരാൾ ഒരു പറയുന്ന കാര്യത്തിൽ നമ്മൾ കേട്ടു, ഇത് കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല എന്ന ബോധ്യം എനിക്ക് വന്നാൽ
അതിനെക്കുറിച്ച് ക്ലാരിറ്റി വന്നാൽ, കാരണം ഈ കേൾക്കുന്നതും കാണുന്നതും ഒന്നുമല്ല എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കേൾക്കുന്നതിന്റെ ഇറലവൻസ്, അതിന്റെ എന്താ പറയാ, ആവശ്യമില്ലായ്ക എനിക്ക് മനസ്സിലാവും, അതിന്റെ പ്രാധാന്യമില്ലായ്ക എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാൻ കേൾക്കുന്നതിനെ നെഗ്ലക്ട് ചെയ്യാൻ എനിക്ക് കഴിയും, ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു കാര്യം കേട്ടതിനനുസരിച്ച് ഞാൻ പ്രതിപ്രവർത്തിക്കുകയാണ്. ഞാനൊരു ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ഉടനെ തന്നെ ഞാൻ ഒരാള് കുറച്ചു മുമ്പേ ഉണ്ട് ഒരു ഇവന്റ്, ഞാൻ വീട്ടിന് വെളിയിലേക്ക് പോവുകയാണ്. വീട്ടിന് വെളിയിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരു വശത്ത് ലൈറ്റ് ഇട്ടു കഴിഞ്ഞപ്പോ എന്റെ ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് പുള്ളി എനിക്ക് പോകാനുള്ള സജ്ജീകരണം എനിക്ക് തരുന്നു. വാതിൽ തുറക്കുന്നു, അതിനുശേഷം ലൈറ്റുകളെല്ലാം മാറ്റിയിടും. ഞാൻ വലത്തേക്കാണ് പോകുന്നത്, പുള്ളി ഇടത് വശത്തേക്കുള്ള ലൈറ്റുകളെല്ലാം ക്രമീകരിക്കുന്നു, വലതുവശത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യും. സഹായിച്ചതാ. ഈ സഹായം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ സഹായിക്കാനായിട്ട് പുള്ളിയുടെ മനസ്സ് ഉണർന്നത് കൊണ്ട് സംഭവിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അധിക പ്രസംഗമല്ലേ അത്, അധികമായി ചെയ്തതല്ലേ. അത് എനിക്ക് ഇരട്ടിപ്പണിയായി. ഞാൻ രണ്ടാമത് വിളിച്ച് തിരിച്ച് ആ പ്രോസസ്സിനെ തിരിച്ച് ഡിറക്ഷൻ മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു കാര്യമില്ലാതെ സഹായിക്കും, ഒരു കാര്യമില്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോ വായടച്ചാൽ മാത്രം പോരാ, അനുചിതമായ പ്രവർത്തനങ്ങളും ഒഴിവാക്കണം. കണ്ണടയ്ക്കുക, ചെവി അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ വായടയ്ക്കുക, കൈയടക്കുക എന്നുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കുറയും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ നമ്മൾ കുറച്ചു നാൾ പോയാൽ ഈ മനസ്സ് വെറുതെ ഇരിക്കില്ലല്ലോ. ഈ വിശകലന പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വിശകലന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതിങ്ങനെ വെളിപ്പെടുത്താൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാനൊന്നും പറയാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനൊന്നും കാണാൻ പോകുന്നില്ല, അറിയാൻ പോകുന്നില്ല, കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടിട്ടും കണ്ടിട്ടും കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോ ഇതൊന്നും കാര്യമില്ലാത്തൊരവസ്ഥയിൽ ഇവ തമ്മിലുള്ള ഒരു ഏകോപനം അവിടെ സംഭവിച്ചിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടായി വരും. സ്വാഭാവികമായ ക്രമീകരണം. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഈവന്റുകളെ ക്രമീകരിച്ചു വെച്ചതുപോലെ നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ പ്രോസസ് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. എങ്ങനെയാണെങ്കിൽ കണ്ണടച്ചാൽ, കാതടച്ചാൽ, ചെവി അടച്ചാൽ, അല്ല കണ്ണടച്ചാൽ കാതടച്ചാൽ നമ്മുടെ ഇൻപുട്ട് കുറയും. വായടച്ചാൽ കൈയടച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് കുറയും. അതിനുശേഷം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പ്രാണനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ മനസ്സിന് നല്ലൊരു അടക്കം വരും. ശ്വാസത്തിന്റെ വേഗം, ചിന്തയുടെ വേഗം കുറയുന്നതനുസരിച്ച് ശ്വാസത്തിന്റെ വേഗം കുറയും. ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ ചിന്തയുടെ വേഗം വീണ്ടും കുറയും. അങ്ങനെ ശ്വാസവും ചിന്തയും ഏകോപനത്തിൽ വരുന്ന സമയത്ത് ചിന്തയ്ക്ക് സ്വാഭാവികമായ ഒരു താളം വന്നു ചേരും. അത് കടിഞ്ഞാണിടലല്ല, കടിച്ച ഞാണിനെ പിടിച്ചു നിർത്തി അതിനെ ദ്രോഹിച്ച് നിർത്തുന്നതല്ല. പകരം നമ്മൾ അതിനെ പതുക്കെ പതുക്കെ പുറകോട്ട് വലിക്കുന്നതാണ്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ധ്യാനിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ചില ക്ലാസ്സുകൾ തന്നെയുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്. ധ്യാനിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. ഇപ്പൊ വരുന്ന ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ഉറങ്ങുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും? ഒരിക്കലും കഴിയും. നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് പ്രേമിക്കാം, കഴിയും? പ്രണയം പോലെ, ഉറക്കം പോലെയുള്ള ഒരു സ്വാഭാവിക പരിവർത്തന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ധ്യാനത്തിലേക്ക് പോവുക എന്നുള്ളത് ഒഴുകിപ്പോകലാണ്, അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തർ ഇവിടെ വന്നിട്ട് പറയുന്നത്, എനിക്ക് ധ്യാനിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇരിക്കുമ്പോൾ പലതരം ചിന്തകൾ വരും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ചിന്തകൾ വരുന്നത്? സ്വാഭാവികമാണ്, ആസൂത്രണം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തില് ലൈഫിന്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ, ലൈഫിന്റെ ഡൈനാമിസം ഉണ്ടല്ലോ, ഇതുണ്ടായിട്ടുള്ളത് ധർമ്മങ്ങൾ പൂരണം ചെയ്ത ശേഷം സെറ്റിൽ ചെയ്യാനാണ്, സെഡിമെന്റ് ചെയ്യാനാണ്. അതാകുന്നത് വരെയും ഇതിന്റെ ഉള്ളിലെ ആസൂത്രണ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും. ആ നടന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ വിചാരിക്കുന്നത്. ചിന്തയെ സ്റ്റോപ്പ് ചെയ്യണം. ചിന്തയെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്, ചിന്തയ്ക്ക് പണിയുണ്ടല്ലോ, ചിന്തയ്ക്ക് അതിന്റെ പണിയുണ്ടല്ലോ. ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്തയെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തരം ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഉപദ്രവമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സാധനയിലൂടെ പോകുന്ന ആളുകളോട് പറയുന്നത്, ചിന്തയെ സ്റ്റോപ്പ് ചെയ്യണ്ട, അതിന്റെ വഴിക്ക് വിട്ടേക്ക്.
അതിന്റെ വഴിക്ക് വിട്ടിട്ട് അതിനെ വെറുതെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യുന്ന വഴി അങ്ങ് ചെയ്തു പൊക്കോട്ടെ. കുറെ കഴിയുമ്പോൾ അതിന് ബോറടിച്ചിട്ട് അത് എന്താ സംഭവിക്കുന്നുള്ളത് സ്വയം നിരൂപിച്ച് മനസ്സിലാക്കി അവർ സെറ്റിൽമെന്റ് ചെയ്യും. താളം കൂടുതലുള്ളവർക്ക് അത് വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. യുക്തി കൂടുതലുള്ളവർക്ക് ആ യുക്തിയുടെ ലോകത്ത് തന്നെ കറങ്ങി 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 ആ ചിന്തയുടെ ഒരു നിരൂപണ പ്രക്രിയയിലായിത്തീരും. അപ്പോൾ അവർ ശരീരബോധം വെടിയും. അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ നിശ്ചിന്തനം അല്ലെങ്കിൽ ധ്യാനം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വഴുതി വീഴും. സത്യത്തിൽ അത് എങ്ങനെയാ സംഭവിക്കുന്നത്? നിശ്ചിന്തനം സംഭവിക്കുന്നതിലൂടെ. അപ്പോ ചിന്ത എന്ന് പറയുന്നതിനെ നമുക്ക് നിയന്ത്രിക്കുക എന്നുള്ള പ്രക്രിയയെക്കാളും എളുപ്പം അതിനൊരു ഓർഡർ കൊണ്ടുവരിക, അതിന് ക്ലാരിറ്റി കൊണ്ടുവരിക, അതിന് സുസജ്ജമായി പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഒരു പശ്ചാത്തലം കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജന്മസിദ്ധമായിട്ടുള്ള ഫാക്കൽറ്റിയാണ് താളം, യുക്തി, താളയുക്തികളുടെ ബാലൻസ് എന്നുള്ളതൊക്കെ. ഈ താളവും യുക്തിയും താളയുക്തികളുടെ ബാലൻസും ഒക്കെ ഓരോരുത്തരിലും എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമാണ് ചിന്തകളുടെ ആ ശാന്തമാകൽ പ്രക്രിയ. ഒരുപാട് കാലം ആര് ശ്രമിച്ചാലും ആ ശാന്തമാകൽ നടക്കും. എങ്ങനെയാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കുറയ്ക്കണം. അപ്പൊ ഇങ്ങനെ കുറച്ചു കൊണ്ടുവന്നാൽ ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുകയും അതിലായിരിക്കുകയും അതിനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ ചിന്ത നിയന്ത്രണത്തിലാവും. നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, അത് സ്വയം നിയന്ത്രണത്തിലാവും. നമ്മൾ നിയന്ത്രിക്കാൻ, നമ്മളെ മൊത്തത്തിൽ നിയന്ത്രിക്കാനാണ് ഈ ചിന്തയും മനസ്സും ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ഒരു നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്ന സാധ്യമാണ്. അല്ല, അത് സ്വയം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ആ സ്വയം നിയന്ത്രണത്തിലേക്ക് പോകുവാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കുക മാത്രമാണ് നമുക്ക് കഴിയും. അപ്പൊ ഇതിനൊക്കെ ഓരോ വഴികൾ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഓരോ വഴികൾ. അത് അറിയേണ്ടവർക്ക് അത് പകർന്നു തരാൻ നമ്മൾ തയ്യാറാണ്. അറിയാത്തവർക്ക് വേണ്ടി നമ്മളത് വെറുതെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടും കൂടി ഉള്ളതുകൊണ്ട്, തൊണ്ടയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ചോദ്യോത്തരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതില് ഇപ്പൊ പറഞ്ഞതിൽ വ്യക്തത പോരാത്ത കാര്യങ്ങൾ, ഇനി ഇതെങ്ങനെ നടപ്പിലാക്കാന്നുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ഒരു ചോദ്യചിഹ്നം വഴി ചോദിക്കുക. അതിനുള്ള മറുപടി തന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാം. അതുവരേക്കും ഞാൻ ഈ വിഷയം അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.